ഏഴാം ക്ലാസ്സിൽ ഒരു ലാപ്ടോപ്പ് വെച്ച് തുടങ്ങിയ സംരംഭം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് 15 എംപ്ലോയീസ് ആയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് 19 വയസ്സുള്ള ആരോമൻ കുഞ്ഞാണ്. ഒരു കുഞ്ഞാണ് ഓൺട്രപ്രണർ അല്ലേ? ഒരു കുഞ്ഞ് ഓൺട്രപ്രണറിലുപരി എനിക്ക് എപ്പോഴും പറയാനുള്ളത് നല്ലൊരു സംരംഭം, അതിലുപരി നല്ലൊരു ഓർഗനൈസേഷൻ ഇതുവരെ നടത്താനായി സാധിച്ചു. അതൊരു ദൈവാനുഗ്രഹമായി കണക്കാക്കുന്നു. അതിലും എല്ലാം ഉപരി നല്ലൊരു പാർട്ണർഷിപ്പ് ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അതൊരു പാർട്ണർഷിപ്പ് ഫേമാണ് ഇപ്പോൾ പറഞ്ഞു. അതെ, സ്ട്രീംലെക്സ് എന്നാണ് അതിൻ്റെ പേര്. ഭൈരവ ബിസിനസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെവലപ്പിംഗ് കമ്പനിയുണ്ട്. അതിൻ്റെ കീഴിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ചാരിറ്റബിൾ വർക്ക്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ OTT അതുപോലുള്ള മറ്റൊരുപാട് പ്രോഗ്രാംസ് നമ്മൾ കട്ടപ്പന ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ഒരു കാര്യങ്ങൾ ഈ ഒരു 19 വയസ്സിൽ തന്നെ അച്ചീവ് ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം ആ 7ാം ക്ലാസ് ആയിരുന്നു. അവിടെ നിന്ന് എങ്ങനെ തുടങ്ങി? ആക്ച്വലി അത് 7ാം ക്ലാസ്സിലല്ല തുടങ്ങിയത്. റീസെൻ്റ്ലി ആയിട്ട് കുറേ ഇൻ്റർവ്യൂസ് അല്ലെ പഴയ നേരത്ത് നോക്കിയാൽ അറിയാം. ഞാനൊരു ചെറിയ 2 കോഴിയിൽ നിന്ന് തുടങ്ങിയ പ്രോഗ്രാമാണ്. അതൊരു വലിയ പശു വരെ എത്തി നിന്നു. അത് കഴിഞ്ഞാൽ കുറച്ച് പൈസ കൂടെ ഒരു കുതിരേനെ വാങ്ങി. എങ്ങനെയാണ് ആ ഒരു കോഴി അല്ലെങ്കിൽ പശുനൊക്കെ പ്രത്യേകം? എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ക്രേസാണ് ഈ ആനിമൽസ്. അതിപ്പോൾ എല്ലാ പിള്ളേർക്കും ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അത് നടത്തിയേക്കാം. കാരണം നമ്മുടെ ചിലപ്പോൾ നാളെ മരിച്ചു. ആളുകളുടെ കാര്യം ഒരിക്കലും എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അൺപ്രഡിക്റ്റബിളാണ് ലൈഫ് എന്ന് പറയുന്നത്. സോ നാളെ അല്ലെ അടുത്ത നിമിഷം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഇന്നുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലതാണ് ഇന്ന് തന്നെ ചെയ്ത് തീർത്തേക്കാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അത് നല്ലതാണെങ്കിൽ അത് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അതിനൊരിക്കലും ഒരു റെസ്റ്റ് കൊടുക്കാണ്ട് അതിനുവേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും നമ്മളുടെ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ ഗോൾസ് ആകാൻ സാധ്യതയില്ല. ഗോൾസ് കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിപ്പെടും. അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മളെ തേടി നമ്മളിലേക്കുണ്ട്. എങ്ങനെയാണ് ഈ മോട്ടിവേഷൻ? കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പറയല്ലോ, ഇപ്പം എന്നെ വെച്ച് നോക്കുമ്പോൾ 7ാം ക്ലാസ്സിലേക്ക് പറയുമ്പോൾ ഞാൻ എന്താണോ എൻ്റെ ഇത് പോലും ചിന്തിക്കാത്തൊരു ഏജാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ കിട്ടിയത് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാം, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത്? എൻ്റെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചിട്ടുള്ളതാണ്. സോ വി നോ ദ പെയിൻ. അപ്പോൾ എന്നെ എപ്പോഴും ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കുക. നമുക്ക് എന്തിനും പൈസ ഉണ്ടാക്കാം, ബഹുമാനാർഹമായ രീതിക്ക് പൈസ ഉണ്ടാക്കുക. ആളുകൾ റെസ്പെക്ട് ചെയ്യണം. അത് നമുക്ക് ഒരിക്കലും എത്ര പൈസ ഉണ്ടെങ്കിലും കൊടുത്താൻ കിട്ടാത്തൊരു കാര്യമാണ് റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യം. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതിലുപരി സ്മാർട്ട് വർക്ക് ചെയ്യുക. അത് ഒരു 10 പേർക്ക് വേണ്ടി നമ്മൾ ചത്ത് കിടന്ന പണിയുന്നത് അല്ല ഹാർഡ് വർക്ക് അല്ലെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. 10 പേര് ചെയ്യുന്ന പണി ഒരാളെ കൊണ്ട് എങ്ങനെ സിമ്പിൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രീതിയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ആ ഇൻവെൻഷനാണ് നമ്മൾ സ്ട്രീംലെക്സിൽ ആദ്യം മുതൽ അവസാനം വരെ. ഞങ്ങൾ 2020 മുമ്പാണ്, അതായത് 2017 ഞങ്ങൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രീ ഡിസ്കഷൻ ചെയ്ത് 2020 എസ്റ്റാബ്ലിഷ് ചെയ്ത ഫേമാണ് സ്ട്രീംലെക്സ് എന്ന് പറയുന്നത്. സ്ട്രീംലെക്സ് തുടങ്ങി ഇതുവരെയുള്ള ഞങ്ങളുടെ ഇൻറ്റൻഷൻസ് അങ്ങനെയാണ്. ഇൻറ്റൻഷൻസ് കറക്റ്റ് ആണെങ്കിൽ ഒരിക്കലും ഞങ്ങളിലേക്ക് എത്തുന്ന റീച്ച് അല്ലെങ്കിൽ ഞങ്ങളിലേക്ക് എത്തുന്ന ക്ലൈൻറ്റ്സ് അല്ലെങ്കിൽ ലീഡ്സ് ഒരിക്കലും റോങ് ആകില്ല. അത് ഞങ്ങൾക്ക് 150% വിശ്വാസം. അതിന് ഓവർ കോൺഫിഡൻസ് അല്ല, അത് ഞങ്ങൾക്ക് മേൽ വെച്ചിരിക്കുന്ന ഒരു വിശ്വാസമാണ്. അതൊരിക്കലും തെറ്റായ രീതിയിലേക്ക് അല്ലെങ്കിൽ റോങ് ആയ ഇൻറ്റൻഷൻസിലേക്ക് പോകില്ല എന്നാണ് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ബിലീവ്. എപ്പോഴും ഒരു മാനേജ്മെൻറ്റൽ പ്രസ്ഥാനമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് സർട്ടൈൻ ഗോൾസ് ഉള്ളതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റൽ ആക്ടിവിറ്റി ആയിട്ട് പോയില്ലെങ്കിൽ മുന്നോട്ട് പോകത്തില്ല. ഒരു എന്നെപ്പോലെ സംബന്ധിച്ചൊരു യങ്സ്റ്റർ അല്ലെങ്കിൽ അധികം പ്രായമില്ലാത്ത ഒരാൾ എങ്ങനെ ഒരു മാനേജ്മെൻറ്റൽ ബോഡി മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ ഒരു മാനേജ്മെൻറ്റ് രൂപീകരിക്കാൻ പറ്റും എന്നുള്ളത് എപ്പോഴും ഒരു ക്വസ്റ്റ്യനാണ്. മെച്യൂരിറ്റി അല്ല, പലയിടത്തും പ്രശ്നങ്ങൾ വരുന്ന ഏജാണ്. നമ്മളുടെ വാക്കുകൾക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ടാവും. പക്ഷെ അവനൊരു പയ്യനായതുകൊണ്ട് വേണ്ട എന്ന് എക്സ്പീരിയൻസ് പോലെയുണ്ട്. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്സ്, അതുപോലെ പല കാര്യങ്ങൾക്കും അറ്റ് എൻഡ് വരെ ഞങ്ങൾക്ക് ഇതെല്ലാം ഓക്കെ ആയിരിക്കും. അഡ്വർടൈസ്മെന്റ്സ് ആയിക്കോട്ടെ, ഈവൻറ്റ് സ്പോൺസേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഞങ്ങൾക്ക് അറ്റ് എൻഡ് വരെ ഓക്കെ ആയിരിക്കും. ബട്ട് ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും പറഞ്ഞ് ചില ലോക്കൽസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റോങ് സൈഡ് ഞങ്ങളായിട്ട് പറയാം, മനഃപൂർവ്വം ഞങ്ങളത് ചെയ്യരുത് എന്നൊരു ടെൻഷനിൽ പോയി ആ പ്രോഗ്രാം നടക്കാതെയാവും. പക്ഷേ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ മാനേജ്മെൻറ്റിൽ ഉറപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, നമ്മളുടെ ഇൻറ്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ നാളെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മളിലേക്ക് എത്തിച്ചേരും. കാരണം ഞങ്ങളുടെ എത്രയോ കസ്റ്റമേഴ്സ്, കാരണം ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഭൂരിഭാഗം ക്ലയൻസും, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ വലിയ ക്ലയൻസ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്. അത് ബാസിൻ ബഷീറാണ് അതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹത്തിൻ്റെ പാർട്ണർഷിപ്പിലാണ് ഞങ്ങൾ സ്ട്രീംലെക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഞാൻ വളരെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ കേസ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. അന്ന് OTT പ്ലാറ്റ്ഫോം മലയാളത്തിൽ വന്നിട്ടില്ല. ഒരു ബ്രാൻഡ് OTT എസ്റ്റാബ്ലിഷ് ചെയ്ത് എൻ്റെ മനസ്സിലുള്ള ഇയർ 2020 or 2021 സംതിങ് ആണ്. അവരാണ് മരക്കാരൻ്റെയൊക്കെ OTT റൈറ്റ്സ് ഒക്കെ OTT മ്യൂസിക് സ്ട്രീമിംഗ് റൈറ്റ്സ് ഒക്കെ എടുത്തത്. ഞാൻ പേര് മെൻഷൻ ചെയ്തില്ല.
അവരാണ് മലയാളത്തിൽ ഫസ്റ്റായിട്ട്. അതിന് മുമ്പ് ഹോട്ട്സ്റ്റാർ വന്നു, ഹോട്ട്സ്റ്റാർ കഴിഞ്ഞ് വന്നത് ഇവരാണ്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ കയ്യിൽ ഈ പ്രൊജക്റ്റ് ഉണ്ട്, ഞങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്തൊരു ക്രിയേറ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസ് വെച്ച് മൂവ് ചെയ്തുകൊണ്ടിരുന്നതാണ് സ്ട്രീംലെക്സിന് എപ്പോഴും ഉള്ളത് ഞങ്ങൾക്കൊരു ഇമോഷണൽ ഹഗ് ഞങ്ങളുടെ എല്ലാ കൺസ്യൂമേഴ്സിനും, ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സുമായിട്ട് ഞങ്ങൾക്ക് വരുന്ന ക്ലൈൻറ്റ്സ് ആയിട്ട്. കാരണം ഞങ്ങൾക്ക് കസ്റ്റമേഴ്സും ക്ലൈൻറ്റ്സും കൺസ്യൂമേഴ്സും ഉണ്ട്. കാരണം നമ്മുടെ സർവീസ് ഞങ്ങളുടെ പ്രൊഡക്ട്സ് അത്രത്തോളം ഉള്ളതുകൊണ്ട് തന്നെ, വൈഡ് ഏരിയയിലുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയും ആളുകളിലേക്ക് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഇമോഷണൽ ഹഗ്, ഞങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഗുഡ്വില്ലിലാണ്. കാരണം നല്ല ഗുഡ്വില്ലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വേണ്ട ലീഡ് ജനറേറ്റിംഗ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ക്ലയൻറ്റ്സ് ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി അത് ഉണ്ടാവും. നമ്മുടെ അതിനകത്തൊരു എന്താ പറയുക, ഒരു ഇത് വരില്ല. എപ്പോഴും